ക്രിപ്റ്റോ കറൻസി മേഖലയെക്കുറിച്ച് വളരെയധികം ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ക്രിപ്റ്റോ കറൻസി ബാൻ ചെയ്യും, റെഗുലേറ്റ് ചെയ്യും, ചൈന ക്രിപ്റ്റോ കറൻസി ഒക്കെ ബാൻ ചെയ്യാൻ പോകുന്നു. അപ്പൊ ഇതുപോലുള്ള ന്യൂസ് മുന്നേയും വന്നിട്ടുണ്ട്. ഇങ്ങനെ ന്യൂസുകൾ വരുന്ന സമയത്ത് ബിറ്റ് കോയിന്റെ വില താഴോട്ട് പോകും, അതിന്റെ ഒപ്പം ആൾട്ട് കോയിൻസിന്റെ വാല്യൂം അതുപോലെ താഴോട്ട് പോകും. നിങ്ങൾ ക്രിപ്റ്റോ കറൻസിയിൽ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ മാർക്കറ്റൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഓവർകം ചെയ്ത് നിങ്ങളുടെ ലോസ് ഒക്കെ വീണ്ടും പ്രോഫിറ്റ് ആയിട്ട് മാറും. ഇങ്ങനെ ലോസ് ഒക്കെ സംഭവിക്കുന്ന സമയത്താണ് സാധാരണ നമ്മൾ ക്രിപ്റ്റോ കറൻസി മൈൻ ചെയ്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന്. ക്രിപ്റ്റോ കറൻസി ട്രേഡിങ്ങിനെ പോലെ തന്നെ ക്രിപ്റ്റോ കറൻസി മൈനിങ് എന്ന് പറയുന്നത് വേറൊരു മേഖല തന്നെയാണ്. അതിലൂടെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് വ്യക്തികൾ പഠിച്ചു വരുന്നുള്ളൂ. ഓക്കെ, ഞാനും അതുപോലെ ഒരു പഠിക്കുന്ന വ്യക്തി തന്നെയാണ്. ക്രിപ്റ്റോ മൈനിങ് യൂസസ് ദ പ്രോസസിംഗ് പവേഴ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ടു സോൾവ് complex mathematical problems and verify cyber currency transaction, and the miners are then rewarded with a small amount of സൈബർ കറൻസി. ക്രിപ്റ്റോ കറൻസി ബൈ ചെയ്യുന്നു, സെൽ ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു, ഇങ്ങനെയുള്ള ഒരുപാട് ട്രാൻസാക്ഷൻസ് ഇതൊരു കമ്പ്യൂട്ടർ പ്രോബ്ലംസ് ആണ്. ഈ പ്രോബ്ലംസ് ക്രിപ്റ്റോ കറൻസി കമ്പനികൾക്ക് വേണ്ടി നമ്മൾ സോൾവ് ചെയ്ത് കൊടുത്താൽ അതിന് നമുക്കൊരു റിവാർഡ് കിട്ടും. അതാണ് ക്രിപ്റ്റോ കറൻസി മൈനിങ്. ഇതിലൂടെ റിവാർഡ് കിട്ടുന്നത് ബിറ്റ്കോയിൻ എന്ന് പറയുന്ന കമ്പനിക്ക് വേണ്ടിയിട്ട് നമ്മൾ സോൾവ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് റിട്ടേൺ കിട്ടുന്നത് ബിറ്റ്കോയിൻ ആയിട്ട് തന്നെയാണ്. എതേറിയം എന്ന് പറയുന്ന കമ്പനിയുടെ ട്രാൻസാക്ഷൻസ് നമ്മൾ സോൾവ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എതേറിയം നമ്മൾക്ക് കിട്ടുന്നു. ഈ പ്രോസസ്സിനെയാണ് മൈനിങ് എന്ന് പറയുന്നത്. ഈ മൈനിങ്ങിലൂടെ നമുക്ക് ഫ്രീ ആയിട്ട് ക്യാഷ് ലഭിക്കുകയാണ്. പക്ഷേ മൈനിങ് എന്ന് പറയുന്നത് ട്രേഡിങ്ങിനെ പോലെ തന്നെ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുള്ള ഒരു മേഖലയാണ്. നമ്മൾ അത്യാവശ്യം ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് നല്ല പവർഫുൾ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ച് ഇവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് കൊടുത്താലേ റിവാർഡ്സ് ലഭിക്കുള്ളൂ. മൈനിങ് പലതരമുണ്ട്. ഹാർഡ്വെയർസ് ഉപയോഗിച്ച് പവർഫുൾ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ച് നമുക്ക് മൈൻ ചെയ്യാം, അല്ലെങ്കിൽ ക്ലൗഡ് മൈനിങ് ഇന്റർനെറ്റിന്റെ സഹായത്താൽ നമുക്ക് മൈൻ ചെയ്യാം. മുന്നേ ഞാനൊരു ക്ലൗഡ് മൈനിങ് വീഡിയോ സ്റ്റോം ഗെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്ചേഞ്ച് ക്ലൗഡ് മൈനിങ്ങിലൂടെ നമുക്ക് ബിറ്റ് കോയിൻ തരുന്ന ഒരു പ്രോസസ്സ് പറഞ്ഞിരുന്നു. ഡയറക്റ്റ് നമുക്ക് ബിറ്റ് കോയിൻ തരികയല്ല, നമുക്ക് ക്യാപിറ്റൽ എമൗണ്ട് തരികയാണ്. മൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2-3 ദിവസത്തിനുള്ളിൽ അതിൽ $10 ആവുന്നു. ഈ $10 ഇവരുടെ എക്സ്ചേഞ്ചിലെ ഫ്യൂച്ചേഴ്സ് എന്നുള്ള സെക്ഷനിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അറ്റ്ലീസ്റ്റ് 5 ലീവറേജ് എടുക്കണം. 5x എന്ന് പറയും. 5 ലീവറേജ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ 5 ഇരട്ടി. $10 നമ്മൾ $50 ആക്കിയിട്ട് ട്രേഡ് ചെയ്യുന്നു. ലീവറേജ് ട്രേഡിംഗിൽ പ്രഡിക്ഷൻ ആണ്. ഈ കറൻസിയുടെ വാല്യൂ മുകളിലോട്ട് പോകുമോ അതോ താഴോട്ട് പോകുമോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലോങ് അടിക്കണം, താഴോട്ട് പോവുകയാണെങ്കിൽ ഷോർട്ട് അടിക്കണം. അപ്പോൾ ലോങ് അടിച്ചിട്ട് ഈ കറൻസി മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ $50 10% ഈ ക്രിപ്റ്റോ കറൻസി മുകളിലോട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് $5 കിട്ടും. ഇൻ കേസ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്തതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ കറൻസി താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ നഷ്ടവും വരും. അതിൽ സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ചിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. ഞാനും നിങ്ങളെ പോലെ ലീവറേജ് ട്രേഡിംഗ് ചെറുതായിട്ട് പഠിക്കുന്നുള്ളൂ. ലീവറേജ് ട്രേഡിംഗിൽ ഒരിക്കലും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് കൊണ്ട് ഇട്ടിട്ട് ട്രേഡ് ചെയ്ത് പഠിക്കരുത്. നിങ്ങൾക്ക് എന്തായാലും ലോസ് സംഭവിക്കുള്ളൂ. ഈ കിട്ടുന്ന പ്രോഫിറ്റ് എമൗണ്ട് $5 ആണെങ്കിൽ $5, $4 നമ്മൾ ക്യാപിറ്റൽ എമൗണ്ട് ആക്കാതെ അത് മാറ്റി വെച്ച് വീണ്ടും ആ $10 വീണ്ടും ഇൻവെസ്റ്റ് ചെയ്ത് പിന്നെയും ട്രേഡ്സ് എടുത്തിട്ട് പിന്നെയും കിട്ടുന്ന പ്രോഫിറ്റ്സ് ഇങ്ങനെ ഇതിലോട്ട് ആഡ് ചെയ്ത് ഇവിടെ ഒരു $30 to $35 ആവുകയാണെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഈ $35 കൊണ്ട് നമുക്ക് അതിലുള്ള സാധാ എക്സ്ചേഞ്ചിൽ കയറി നമുക്ക് ഇഷ്ടമുള്ള ഒരു ക്രിപ്റ്റോ കറൻസി ഈ $35 കൊണ്ട് വാങ്ങിച്ചു വെക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ കിട്ടിയ പ്രോഫിറ്റിനെ മറ്റുള്ള എക്സ്ചേഞ്ചിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇതിൽ USDT തന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ അതിലുണ്ട്. മിനിമം ട്രാൻസ്ഫർ $150 USDT എന്നാണ്. ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല. അതിന് $150 വാലറ്റിൽ ഉണ്ടാവണം. ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ പറയുന്നത് നമ്മൾ ക്രിപ്റ്റോ മൈനർ ഉപയോഗിച്ച് മൈൻ ചെയ്ത് എടുക്കുന്ന എമൗണ്ട് നമ്മുടെ ക്യാപിറ്റൽ എമൗണ്ട് ആണ്. അത് വെച്ച് ട്രേഡ് ചെയ്തിട്ട് കിട്ടുന്ന പ്രോഫിറ്റ്സ് മറ്റുള്ള എക്സ്ചേഞ്ചിലോട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് എടുക്കാൻ പറ്റും എന്നുള്ളൂ ഇവർ പറയുന്നത്. ക്യാപിറ്റൽ എമൗണ്ട് മിക്കവാറും അതിൽ നിന്ന് നമുക്ക് എടുക്കാൻ കഴിയുന്നുണ്ടാവില്ല. എനിവേ, ഇന്ന് നമ്മൾ വേറൊരു ക്രിപ്റ്റോ കറൻസി മൈനിങ്ങിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ആ ക്രിപ്റ്റോ കറൻസിയുടെ പേര് ഫോണിയം എന്നാണ്. ഷോർട്ട് നെയിം PHT. ഫോണിലൂടെ വേണം ഇത് മൈൻ ചെയ്ത് എടുക്കാൻ. ട്രോൺ എന്ന് പറയുന്ന TRX കോയിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കോയിനാണ്. മറ്റുള്ള ക്രിപ്റ്റോ കറൻസീസിന്റെ പോലെ തന്നെയാണ്. എല്ലാവർക്കും അറിയാം പിയർ ടു പിയർ ട്രാൻസാക്ഷൻ എന്താണെന്നുള്ളത്. വാസറക്സിലൊക്കെ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പൊ അതേ ടെക്നോളജി, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഈ PHDയും വർക്ക് ചെയ്യുന്നത്. അവരുടെ ഒരു ആപ്ലിക്കേഷൻ ആണ് ഗ്രീൻ കർമ്മ. ഗെയിംസ് കളിക്കുക, അവർ കുറച്ച് കാർഡ്സ് ഒക്കെ തരുന്നുണ്ട്. ആ കാർഡ്സ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് PHD എന്നുള്ള ഈ ക്രിപ്റ്റോ കറൻസി റിവാർഡ് ആയിട്ട് കിട്ടും. അതുപോലെ ക്രിപ്റ്റോ പ്ലാനറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗെയിം ഉണ്ട്, അത് കളിക്കുക.
അതിൽ കിട്ടുന്ന റിവാർഡ്സും നമുക്ക് PhD എമൗണ്ട് ആക്കി എടുക്കാൻ പറ്റും. അടുത്തതായിട്ട് PhD ഏൺ ചെയ്യാൻ പറ്റുന്നത് ക്ലൗഡ് ഏണിംഗ് PhD എന്നുള്ള സോഫ്റ്റ്വെയറിലൂടെയാണ്. ഈ സോഫ്റ്റ്വെയർ ഇപ്പോൾ നമ്മുടെ ഗൂഗിൾ പ്ലേയിൽ അവൈലബിൾ ഉള്ളൂ. ആപ്ലിക്കേഷന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അതിൽ കയറി ഡൗൺലോഡ് ചെയ്തിട്ട് മൈനിങ് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ക്രിപ്റ്റോ കാർഡ്സ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതിലൂടെയും നമുക്ക് റിവാർഡ്സ് ആയിട്ട് PhD കിട്ടുന്നുണ്ട്. PhD ക്രിപ്റ്റോ കറൻസി ഏൺ ചെയ്യാൻ 3 ഗെയിം ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് റിവാർഡ്സ് നേടിയിട്ട് PhD ആക്കി മാറ്റാം. അതുപോലെ തന്നെ ക്ലൗഡ് മൈനിങ്ങിലൂടെയും പറ്റും. PhD ഈസ് ലിസ്റ്റഡ് ഓൺ പ്രൊഹിബിറ്റ് എക്സ്ചേഞ്ച്. പ്രൊഹിബിറ്റ് എക്സ്ചേഞ്ചിൽ ഈ കറൻസി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സൈറ്റിൽ ഇതിന്റെ ടോട്ടൽ സപ്ലൈ കൊടുത്തിട്ടുണ്ട്, സർക്കുലേറ്റിംഗ് സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ട്രോൺ ബ്ലോക്ക് ചെയിനിലാണ് വർക്ക് ചെയ്യുന്നത് മുന്നേ പറഞ്ഞു. ഈ ക്രിപ്റ്റോ കറൻസിയുടെ ആൾ ടൈം ഹൈ എന്ന് പറയുന്നത് $0.0024 വന്നിട്ടുണ്ട്. ക്ലൗഡ് ഏണിംഗ് PhD ഇതാണ് ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷനിൽ ഒന്ന് എൻ്റർ ചെയ്യാം. നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് ഒന്ന് കൊടുക്കുക, നെക്സ്റ്റ് അടിക്കുക, എൻ്റെ റെഫറൽ കോഡ് കൊടുക്കുക Q1PCE7VE. റെഫറൽ കോഡ് കൊടുത്താൽ നിങ്ങൾക്കും കമ്മീഷൻ കിട്ടും, എനിക്കും കമ്മീഷൻ കിട്ടും. 200 PhD കമ്മീഷൻ കിട്ടുന്നുണ്ട്. കൺഫേം കൊടുക്കുക. PhD റിസീവ്ഡ് 200 PhD. എൻ്റെ അക്കൗണ്ടിലോട്ട് 200 PhD ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ റെഫർ ചെയ്ത വ്യക്തിയുടെ അക്കൗണ്ടിലും 200 PhD എത്തിയിട്ടുണ്ടാവും. നെക്സ്റ്റ് കൊടുത്തു. ക്രിപ്റ്റോ ട്രഷേഴ്സൊക്കെ അവരുടെ ആപ്ലിക്കേഷനാണ്. കണ്ടല്ലോ, 872.56 PhD നമ്മുടെ അക്കൗണ്ടിലുണ്ട്. 730.17 PhD ക്ലൗഡ് ഏണിങ്ങിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ ക്ലെയിം ഏണിംഗ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ അക്കൗണ്ടിലോട്ട് ആഡ് ആവും. 1602.73 PhD ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിലുണ്ട്. ഇവിടെ സ്റ്റാർട്ട് ഏണിംഗ് എന്നുള്ളതൊന്ന് പ്രീമിയം ഉണ്ട്, റെഗുലർ ഉണ്ട്. പ്രീമിയം എന്ന് പറഞ്ഞാൽ നമ്മൾ അവർക്ക് ഒരു ക്യാഷ് കൊടുക്കണം. റിസ്ക് ഫാക്ടർ ഇല്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് മൈൻ ചെയ്യുന്ന ഓപ്ഷനിലോട്ട് ഇപ്പോൾ പോകാം. അത് താല്പര്യമുള്ള ആൾക്കാർക്ക് അതിലൂടെ മൈൻ ചെയ്ത് കൂടുതൽ എമൗണ്ട്സ് ഉണ്ടാക്കാനും പറ്റും. പിന്നെ ആഡ് വരും. ആഡ് കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൈനിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി ഏകദേശം 7 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ഫോണിയം അക്കൗണ്ടിൽ മുന്നേ കാണിച്ച പോലെ ക്ലെയിം ഏണിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഏണിംഗ് എമൗണ്ട് ഇവിടെ വരും. അപ്പോൾ നമ്മളത് ക്ലെയിം ചെയ്തെടുക്കുക. സ്റ്റേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കറൻസിയെ സ്റ്റേക്ക് ചെയ്യുകയാണ്. ഒരു കൊല്ലത്തേക്ക് നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒക്കെ ഇടുന്ന പോലെ തന്നെ ഡെപ്പോസിറ്റ് അവർക്കായിട്ട് കൊടുക്കുകയാണ്. 20,000 PhD ആയാലും സ്റ്റേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മന്ത്ലി സ്റ്റേക്കിംഗ് റിവാർഡ് 1% ആണ്. അതായത് ഇയർലി നമുക്ക് 12%, 20,000ൻ്റെ 12% നമുക്ക് അവർ റിട്ടേൺ തരും. ഇനി വിത്ഡ്രോ എന്ന് പറയുന്ന ഓപ്ഷൻ മുകളിലുണ്ട്. വിത്ഡ്രോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം PhD അഡ്രസ്സ്. ഇത് നമ്മുടെ വാലറ്റ് അഡ്രസ്സാണ്. പ്രൊഹിബിറ്റ് എക്സ്ചേഞ്ചിലാണ് ഇപ്പോൾ ഇത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രൊഹിബിറ്റ് എക്സ്ചേഞ്ചിൽ ആദ്യം ഒരു അക്കൗണ്ട് ഉണ്ടാക്കണം. അതിൽ KYC കാര്യങ്ങളൊക്കെ വെരിഫൈഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് PhD അഡ്രസ്സ് കിട്ടും. ആ PhD അഡ്രസ്സ് കൊടുത്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം മിനിമം വിത്ഡ്രോവൽ 20,000 PhD ആണ്. 20,000 PhD ആയി കഴിഞ്ഞ് പ്രൊഹിബിറ്റ് എക്സ്ചേഞ്ചിലോട്ട് വിത്ഡ്രോ ചെയ്യാം. അതിനുശേഷം പ്രൊഹിബിറ്റ് എക്സ്ചേഞ്ചിൽ നമുക്കത് സെല്ല് ചെയ്ത് USDT ആക്കിയതിന് ശേഷം ആ USDT കൊണ്ട് മറ്റുള്ള ക്രിപ്റ്റോ കറൻസീസ് വാങ്ങുക. ക്രിപ്റ്റോ കറൻസിയെ നമുക്ക് വാസറക്സ്, ബിനാൻസ് എന്നുള്ള ഒന്നുകൂടി നമുക്ക് വിശ്വാസമുള്ള ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് INR ആക്കിയതിന് ശേഷം ബാങ്കിലോട്ട് മാറ്റിയെടുക്കാൻ പറ്റും. മൈനിങ്ങിലൂടെ PhD ഏൺ ചെയ്യുന്നത് പറഞ്ഞു, സ്റ്റേക്കിങ്ങിലൂടെ PhD ഏൺ ചെയ്യുന്നത് പറഞ്ഞു. ഈ PhD റിവാർഡ് എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓഫേഴ്സ്, സർവേസ്, ഓഫേഴ്സ്. ഈ ഓഫേഴ്സിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഒരുപാട് ടാസ്കുകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഏൺ PhD എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PhD കിട്ടും എന്നാണ് പറയുന്നത്. എത്രമാത്രം ജെനുവിനാണെന്നുള്ളത് അറിയില്ല. സർവേ ചെയ്തിട്ട് ഏൺ ചെയ്യാം. അതുപോലെ തന്നെ വേറെ ഒരു ഓഫേഴ്സ് കൂടി ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുക. പ്ലേ PhD ഗെയിംസ്. PhD ഗെയിംസ് കളിച്ചിട്ട് നമുക്ക് റിവാർഡ്സ് ഉണ്ടാക്കാൻ പറ്റും. ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഞാൻ മുന്നേ പറഞ്ഞ ആപ്ലിക്കേഷൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ക്രിപ്റ്റോ കാർഡ്സിലൊന്ന് കയറി നോക്കാം. ഹലോ വീണ്ടും കൊടുക്കുക. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ വീലൊന്ന് നമുക്ക് സ്പിൻ ചെയ്ത് നോക്കാം. നമുക്കൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. ഒരു സ്പിന്നേ നമുക്കുള്ളൂ. ക്യാൻസൽ ചെയ്തു. ഇവിടെ ക്ലിക്ക് ചെയ്തു. ടാപ്പ് കാർഡ്. ജമ്പ് കൊടുക്കുക. ആ കോയിൻസ് പോകുന്നതിൻ്റെ ആ ഭാഗത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ PhD ഇങ്ങനെ കയറും. 139 PhD എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ വീഡിയോസ് ഉണ്ട്. കൺഫേം കൊടുത്ത് നോക്കാം. സ്വാപ്പ് 25 കൺഫേം. ബൂസ്റ്റർ എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട്. ഷോ ആൾ കൊടുത്തു. അപ്പോൾ 4 കാർഡ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ക്ലോസ്.
ബോക്സിൽ ഒന്നുകൂടി വീണ്ടും കയറി നോക്കാം ആ കാർഡ് ഓപ്പൺ ആയിട്ട് നിൽക്കുന്നുണ്ടോ എന്നുള്ളത്. ഇവിടെ ഉണ്ട്. ക്ലിക്ക് ചെയ്തു, സ്വാപ്പ് കൊടുക്കുക. 10 PhD കിട്ടി. കൺഫേം കൊടുത്തു, കളക്ട് കൊടുത്തു, സ്വാപ്പ് കൊടുത്തു. 300 PhD കിട്ടിയിട്ടുണ്ട്. നല്ലൊരു കിട്ടലാണത്. കളക്ട് കൊടുത്തു. PhD കൺഫേം കൊടുത്തു. അതാണ് ക്രിപ്റ്റോ കാർഡ്സ്. ഞാൻ അതുപോലെ ക്രിപ്റ്റോ ട്രഷേഴ്സിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. മെയിൽ അഡ്രസ്സ് കൊടുക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മളത് പർച്ചേസ് ചെയ്യരുത്. നമ്മുടെ മൈൻ ചെയ്ത എമൗണ്ട് കുറയുക ചെയ്യുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഈ ഗെയിം ആപ്ലിക്കേഷൻസ് എല്ലാം പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതിൻ്റെ റെഫറൽ കോഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. റെഫറൽ കോഡ് വെച്ചിട്ട് നിങ്ങൾ അതിൽ എൻറ്റർ ചെയ്യുക. എന്നാൽ നിങ്ങൾക്കും എനിക്കും കമ്മീഷൻ കിട്ടുന്നതാണ്. അടുത്തായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഫസ്റ്റ് ഡിജിറ്റൽ കറൻസി യു ക്യാൻ മൈൻ ഓൺ യുവർ ഫോൺ. ആദ്യത്തെ ഡിജിറ്റൽ കറൻസി നമുക്ക് ഫോണിൽ മൈൻ ചെയ്യാൻ പറ്റുന്ന കറൻസി ഏതായിരുന്നു വെച്ചാൽ പൈ നെറ്റ്വർക്ക് ആയിരുന്നു. പൈ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഹൗ ഡസ് ദിസ് ആപ്പ് വർക്ക്? ദിസ് ആപ്പ് അലൗസ് യു ടു ഏൺ പൈ ബൈ മേക്കിംഗ് സിമ്പിൾ കോൺട്രിബ്യൂഷൻ ടു പൈസ് കമ്മ്യൂണിറ്റി. നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് അവർക്ക് വേണ്ടി മൈൻ ചെയ്ത് കൊടുക്കുന്നു. അവർ അതിന് നമുക്ക് റിവാർഡ്സ് ആയിട്ട് ടോക്കൺസ് തരും. പിന്നീട് ആ ടോക്കൺസ് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു വാല്യൂ കിട്ടും. ഇതിന്റെ സൈറ്റിൽ ഈ പൈ നെറ്റ്വർക്കിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് ഇതിൽ താല്പര്യം വരികയാണെന്നുണ്ടെങ്കിൽ മൈനിങ് സ്റ്റാർട്ട് ചെയ്യാം. എന്നാണ് ഈ പൈ എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുക, അതുപോലെ നമുക്ക് ഈ വാലറ്റിൽ നിന്ന് വിത്ഡ്രോ ചെയ്യാൻ പറ്റുക എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ സെക്കൻഡ് ഫേസ് കഴിഞ്ഞിട്ടുണ്ട്. തേർഡ് ഫേസിലാണ് ഇവർ എക്സ്ചേഞ്ചിലും അതുപോലെ ട്രേഡിങ്ങും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ക്യാൻ ഐ മൈൻ ഫ്രം മോർ ദാൻ വൺ ഡിവൈസ്? ഒരു ഡിവൈസിൽ അധികം എനിക്ക് ഉപയോഗിച്ച് മൈൻ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഇതിൽ ഒരാളുടെ പേരിൽ ഒരു ആപ്ലിക്കേഷനിൽ മൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് പേര് ഇതിന് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഒന്ന് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി കൊടുത്തിട്ടുള്ളത്. പൈ എന്ന് പറയുന്ന ക്രിപ്റ്റോ മൈനിങ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അതിലെങ്ങനെ സൈൻ അപ്പ് എടുത്ത് മൈനിങ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത് അടുത്തായിട്ട് പറയാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെയുള്ള ഇൻ്റർഫേസ് ആണ് വരിക. അത് ലാസ്റ്റ് യൂസ് ദ റെഫറൽ കോഡ് ഫാസി മുഹമ്മദ് എന്നെഴുതി കാണിക്കുന്നുണ്ടാവും. അപ്പോൾ റെഫറൽ കോഡ് എൻ്റെ പേര് തന്നെയാണ്. ഡൗൺലോഡിന് കൊടുക്കുക. സൈനപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് യൂസർ നെയിം, ഇൻവിറ്റേഷൻ കോഡ്, ജിമെയിൽ അഡ്രസ്സ് ഇത്രയും കൊടുത്താൽ തന്നെ നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആവും. സൈഡിൽ ആ തണ്ടറിൻ്റെ സിമ്പലുള്ള ഭാഗത്ത് നമ്മളൊരു ദിവസം കൂടുമ്പോൾ മൈനിങ് റീസ്റ്റാർട്ട് ചെയ്യാൻ വന്ന് ക്ലിക്ക് ചെയ്യണം. അടുത്ത മൈനിങ് ആപ്ലിക്കേഷൻ സ്പെറാക്സ് പ്ലേ. സ്പെറാക്സ് പ്ലേ എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി നിലവിൽ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ക്രിപ്റ്റോ കറൻസി തന്നെയാണ്. നമ്മുടെ ഫോൺ ഉപയോഗിച്ചിട്ട് തന്നെ ഇതിൽ മൈൻ ചെയ്തിട്ട് ഒരു XP എന്ന് പറയുന്ന കാൽക്കുലേഷനിലൂടെയാണ് ഇത് മൈൻ ചെയ്യുന്നത്. ഈ മൈൻ ചെയ്ത് കിട്ടിയ ഈ വാല്യൂസ് നമുക്ക് ഒരു ദിവസം ഇവർ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ ഉപയോഗിച്ച് സ്പെറാക്സ് എന്ന് പറയുന്ന SPA എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസിയിലോട്ട് മാറ്റിയെടുക്കാൻ പറ്റും എന്നാണ് ഇവരുടെ ട്വീറ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്, ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. എല്ലാവരും ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിലൂടെ കയറിയിട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. സ്പെറാക്സ് പറയുന്ന ക്രിപ്റ്റോ കറൻസിയുടെ ആൾ ടൈം ഹൈ എന്ന് പറയുന്നത് ഏകദേശം $0.04 മുകളിലാണ്. ഇതുപോലെ തന്നെ മൊബൈൽ ഉപയോഗിച്ച് മൈൻ ചെയ്യാൻ പറ്റിയ ഒരു ക്രിപ്റ്റോ കറൻസിയാണ് ബി എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. റെഫറൽ കോഡ് ഫാസിൽ ടി എന്നാണ്. ടൈപ്പ് ചെയ്യാൻ മറക്കരുത്. സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ചിട്ട് അതുപോലെ ഹാർഡ്വെയർസ് ഉപയോഗിച്ചിട്ട് മൈൻ ചെയ്യുന്നതിൽ ഞാനും നിങ്ങളുടെ പോലെ ഒരു സ്റ്റാർട്ടർ തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒന്ന് ജസ്റ്റ് ഞാൻ പരിചയപ്പെടുത്തി തരാം. നൈസ് ഹാഷ് മൈനർ എന്നുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഗെയിമിംഗ് ലാപ്ടോപ്സിൽ മൈൻ ചെയ്ത് ബിറ്റ് കോയിൻ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ഇവരുടെ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുള്ളത്. നോർമൽ ലാപ്ടോപ്സിൽ എത്രമാത്രം പ്രോഫിറ്റ് ഉണ്ടാക്കി തരാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല. നൈസ് ഹാഷിൽ നമുക്ക് വെറും ബിറ്റ് കോയിൻ മാത്രമേ മൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ പേ ഔട്ടും ബിറ്റ് കോയിനിലുള്ളൂ. ക്രിപ്റ്റെക്സ് എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ മൈനിങ് ആപ്ലിക്കേഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് ആൾട്ട് കോയിൻസ് മൈൻ ചെയ്യാം, ബിറ്റ് കോയിൻ മൈൻ ചെയ്യാം. ആൾട്ട് കോയിൻസ് മൈൻ ചെയ്താലും നമുക്ക് പേയ്മെന്റ് തരുന്നത് ആൾട്ട് കോയിൻസിനെ ബിറ്റ് കോയിനിലോട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷമാണ് നമുക്ക് നൽകുന്നത്. അതായത് പേയ്മെന്റ് ബിറ്റ് കോയിനിൽ മാത്രമേ നമുക്ക് ഈ രണ്ട് ആപ്ലിക്കേഷനിലും കിട്ടുള്ളൂ. നമ്മുടെ എക്സ്ചേഞ്ചിലുള്ള BTC വാലറ്റ് അല്ലെങ്കിൽ ട്രസ്റ്റ് വാലറ്റ്, കോയിൻ ബേസ് വാലറ്റ്, ഈ വാലറ്റിന്റെ അഡ്രസ്സ് കോപ്പി ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷനിൽ പറയുന്ന ഭാഗത്ത് കൊണ്ടുപോയിട്ട് വിത്ഡ്രോവലിന്റെ അവിടെ ഈ അഡ്രസ്സ് കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് വിത്ഡ്രോവൽ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മൈൻ ചെയ്ത എമൗണ്ട് വിത്ഡ്രോവൽ ആവുന്നുണ്ട്. പക്ഷെ മൈൻ ചെയ്ത് കിട്ടുന്ന വിത്ഡ്രോവൽ എമൗണ്ടിൽ ട്രാൻസാക്ഷൻ ഫീസ് ആയിട്ട് ഏകദേശം $10 to $11 ഒക്കെ നമ്മുടെ അടുത്ത് ട്രാൻസ്ഫർ ഫീസ് ആയിട്ട് ഇവർ ഈടാക്കുന്നുണ്ട്. നോർമൽ ഗെയിമിംഗ് ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ BTC അതുപോലെ മറ്റുള്ള ക്രിപ്റ്റോ കറൻസീസ് മൈൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ $10 to $14 ഒക്കെ ഉള്ളൂ നമുക്ക് ഒരു മാസം മൈൻ ചെയ്ത് കിട്ടുന്നുള്ളൂ.
പവർഫുൾ കമ്പ്യൂട്ടേഴ്സിന്റെ CPU, GPU, അതായത് ഗ്രാഫിക്സ് കാർഡ്സ് ഒക്കെ ഉപയോഗിച്ച് മൈനിങ് റിഗ്സ് ഒക്കെ നിർമ്മിച്ചതിന് ശേഷം നമ്മൾ മൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനുപയോഗിക്കുന്ന 2 ആപ്ലിക്കേഷൻസ്, ഒന്ന് ഫോണിക്സ് മൈനറും അതുപോലെ ട്രക്സ് മൈനറുമാണ്. ഇതിൽ ഫോണിക്സ് മൈനറിലും അതുപോലെ ട്രക്സ് മൈനറിലും നല്ല പവർഫുൾ ആയിട്ടുള്ള ഗ്രാഫിക്സ് കാർഡ്സ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എതേറിയം മൈൻ ചെയ്യാൻ പറ്റും. ഈ എതേറിയം മൈൻ ചെയ്തിട്ടൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എതേറിയം ഫ്യൂച്ചറിലോട്ട് നമുക്ക് വലിയ എമൗണ്ട്സ് തരുന്ന ഒരു ക്രിപ്റ്റോ കറൻസി തന്നെയാണ്. ഇതിന് പറ്റിയിട്ടുള്ള ഒരു ഗ്രാഫിക്സ് കാർഡിന്റെ റേറ്റ് 30,000 രൂപയ്ക്ക് വരുന്നുണ്ട്. ഒരു ഗ്രാഫിക്സ് കാർഡ് ഒന്നും പോരാ, കുറച്ച് കൂടുതൽ ഗ്രാഫിക്സ് കാർഡ് വെച്ചിട്ട് വേണം നമ്മൾ മൈൻ ചെയ്യാൻ. നമ്മൾ ഗ്രാഫിക്സ് കാർഡ് കൂട്ടുന്നതോറും മൈനിങ്ങിന്റെ പ്രോസസ്സ് കൂട്ടുന്നതോറും നമുക്ക് ലാഭം കൂടുതലാണ്. ഒരു 3-3.5 ലക്ഷം രൂപ ചെലവാക്കിയിട്ട് ഒരു മൈനിങ് റിഗ് നമ്മൾ നിർമ്മിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് റിട്ടേൺ കിട്ടുന്നത് ഒരു ദിവസം $20 വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. 20 × 30 $600. $600 എന്ന് പറയുമ്പോൾ ഏകദേശം 48,000 രൂപയോളം നമുക്കൊരു മാസം റിട്ടേൺ കിട്ടുന്നുണ്ട്. അങ്ങനെ കണക്ക് കൂട്ടുകയാണെങ്കിൽ ഒരു 5-8 മാസം കൂടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ലാഭത്തിലാവും. പിന്നെ അവിടുന്ന് കിട്ടുന്നതൊക്കെ നമ്മുടെ പ്രോഫിറ്റ് ആണ്. ഒരുപാട് പേര് മൈനിങ്ങിനെ കുറിച്ചിട്ട് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈവൻ ഞാൻ പോലും മൈനിങ്ങിനെ കുറിച്ചിട്ട് റിസർച്ച് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഞാൻ ചെറിയൊരു മൈനിങ് സെറ്റപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണിച്ചു തരും. എല്ലാവരും ഈ മേഖലയെ കുറിച്ച് കൂടുതലായിട്ട് റിസർച്ച് ചെയ്ത് പഠിക്കുക. പഠിച്ചിട്ട് നിങ്ങളെ കൊണ്ട് മൈൻ ചെയ്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക. അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് നിങ്ങളും ഇതുപോലെ യൂട്യൂബിലൂടെയും ഫേസ്ബുക്ക്, വാട്സപ്പിലൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഇൻകം നമുക്ക് ഒരുമിച്ച് ഇൻക്രീസ് ചെയ്യാം. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് തന്നെ വിചാരിക്കുന്നു. ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കാൻ മറക്കരുത്. ഉപകാരപ്പെടുന്ന വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമ്മൾ കണ്ടുമുട്ടുന്നവരെ ഐ ആം ഗോയിങ് ടു സൈനിങ് ഓഫ്. ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഫാസി മുഹമ്മദ്.